ബബ്ബബ്ബ അഥവാ ഭയം ഭക്തി ബഹുമാനം. ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം ദിലീപിനെ നായകനാക്കി ധനഞ്ജയ് ശങ്കർ ഒരുക്കുന്ന ഒരു ആക്ഷൻ കോമഡി റിവെഞ്ച് ബേസ്ഡ് ആയിട്ടുള്ള സിനിമയാണിത്. അതിനൊപ്പം തന്നെ നമ്മുടെ മലയാളത്തിലെ ഒരു വലിയ താരനിര അണിനിരക്കുന്നു എന്നുള്ളൊരു പ്രത്യേകത കൂടി ഈ സിനിമയ്ക്കുണ്ട്. പടത്തിനെ കുറിച്ച് പറയുവാണെങ്കിൽ ഇത് സത്യം പറഞ്ഞ ഒരു ഭ്രാന്തം പടമാണ്. നമ്മുടെ ടൈറ്റിലും ട്രെയിലറിലും ഒക്കെ പറഞ്ഞ പോലെ ലോജിക് എന്ന് പറഞ്ഞ ഒരു സാധനം നോക്കുകയോ ചെയ്യില്ലേ, ലോജിക്കൊക്കെ എടുത്ത് ഏതൊരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് ഫുൾ എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി മാത്രമായിട്ട് വന്ന ഈ സിനിമ ആണ്. കാരണം 2.5 മണിക്കൂറിൻ്റെ ഈ ഒരു സിനിമയിൽ ഫുള്ള് കംപ്ലീറ്റ് തിയേറ്റർ ബ്ലാസ്റ്റാണ്. അതിൽ ഫസ്റ്റ് ഹാഫ് നമുക്ക് എടുത്ത് പറഞ്ഞേ പറ്റുള്ളൂ. ഫസ്റ്റ് ഹാഫിന് മുമ്പ് നല്ലൊരു അടാറ് സാധനം അവിടെ കൊണ്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ സ്റ്റോറി വെച്ച് നോക്കുവാണെങ്കിൽ എനിക്ക് വലിയ അഭിപ്രായമൊന്നും പറയാനില്ല. കാരണം സ്റ്റോറിക്ക് അങ്ങനെ വലിയൊരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല. പക്ഷേ നമുക്കൊരു കംപ്ലീറ്റ് എൻ്റർടൈൻമെൻറ്റ് കിട്ടുന്നുണ്ട്. കാരണം ഓരോ സീനും എടുത്ത് വെച്ചേക്കണാണെങ്കിലും അതിൻ്റെ മ്യൂസിക് ആണെങ്കിലും ആക്ഷൻ ആണെങ്കിലും കൊറിയോഗ്രഫി ആണെങ്കിലും എല്ലാം ചെയ്ത് വെച്ചേക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രേക്ഷകരെ എങ്ങനെ പിടിച്ചിരുത്താം, അവരുടെ പൾസ് എങ്ങനെ മനസ്സിലാക്കി എടുക്കുക എന്നുള്ള രീതിയിലാണ് എല്ലാം ചെയ്തു വെച്ചേക്കുന്നത്. പിന്നെ അല്ലറ ചില്ലറ കുറേ സിനിമകളിലെ ഓരോരോ സാധനങ്ങളും അവിടുന്ന് ഇവിടുന്നൊക്കെ എടുത്ത് കുറച്ച് കയറ്റി വെച്ചിട്ടുണ്ട്. അതിപ്പോൾ മോഹൻലാലിൻ്റെ കുറേ സിനിമയിലെ എടുത്ത് കയറ്റി വെച്ചിട്ടുണ്ട്. ദിലീപിൻ്റെ പഴയ കുറേ സിനിമയിലെ കുറേ സീൻസും ഐറ്റംസൊക്കെ എടുത്ത് കയറ്റി വെച്ചിട്ടുണ്ട്. പക്ഷേ അതെല്ലാം മിക്സ് ചെയ്തൊരു അവിയൽ പോലെയാണ് വെച്ചേക്കുന്നത്. പക്ഷെ എന്നാൽ പോലും നമുക്കങ്ങനെ വലിയ ക്രിഞ്ചായിട്ട് തോന്നത്തില്ല. കാരണം അതാണ് ഞാൻ പറഞ്ഞത്, ഓരോ സീനും അവരത് ചെയ്ത് വെച്ചേക്കുന്ന രീതി എന്ന് പറഞ്ഞാൽ നമുക്ക് അതുപോലെ നമ്മളെ പിടിച്ചിരുത്തുന്ന രീതിയിലാണ് ചെയ്തു വെച്ചേക്കണത്. ഇത് ഇപ്പോൾ കുറച്ച് ട്രോളും കാര്യങ്ങളൊക്കെ ഇതിന് വേണ്ട. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത് അവിയൽ പോലെ പഴയ സിനിമയിൽ നിന്ന് കുറേ സാധനം അതെടുത്തു ഇതെടുത്തു എന്നിട്ട് മിക്സാക്കി വെച്ചു. അപ്പോൾ അങ്ങനെ തന്നെ ഇറങ്ങിയ ഒരു സിനിമയാണ് നമ്മുടെ ജവാൻ. നമ്മുടെ ഷാരൂഖ് ഖാനെ വെച്ച് ഇറക്കിയിട്ടുള്ള ഒരു പടമാണ് ജവാൻ. ജവാനിലും ഇതുപോലെ തന്നെ വിജയുടെ കുറേ സിനിമയിലെ കാര്യങ്ങളൊക്കെ കുത്തിക്കയറ്റി നിറച്ചാണ് വെച്ചത്. പക്ഷേ ആ സാധനം 1000 കോടി അടിച്ചു. ഇവിടെ ദിലീപ് ആയതുകൊണ്ട് നല്ല രീതിയിൽ ട്രോള് കിട്ടാനുള്ള എല്ലാ ചാൻസും ഉണ്ട് അവിടെ. ഈ സിനിമ ഇറങ്ങിയപ്പോഴും ഇറങ്ങുന്നതിന് മുമ്പും നല്ല രീതിയിൽ ഈ സിനിമയെ കുറേ ആളുകൾ ചേർന്ന് ഡീഗ്രേഡ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഇപ്പം ദിലീപിൻ്റെ പടം ആയതുകൊണ്ട് തന്നെ ഇത് നിങ്ങൾ കാണത്തില്ല, ഇത് ഞങ്ങൾ ബഹിഷ്കരിക്കാൻ പോവുക അതാ ഇതാന്നൊക്കെ പറഞ്ഞ്. പക്ഷെ സത്യം പറഞ്ഞാൽ അതിലേക്ക് എന്തെങ്കിലും ലോജിക്കുണ്ടോ? കാരണം വെച്ച് കഴിഞ്ഞാൽ റിയൽ ലൈഫ് വേറെ സിനിമ വേറെ, രണ്ടും രണ്ടാണ്. അപ്പോൾ ഒരിക്കലും രണ്ടിനെയും ഒന്നായിട്ട് നമ്മൾ കാണാൻ പാടില്ല. കുറേ ആൾക്കാരുണ്ട്, അവരിപ്പോൾ ദിലീപ് ഏത് പടം ചെയ്താലും അത് പൊട്ടിക്കും, അതങ്ങ് വിജയിപ്പിക്കില്ല എന്നുള്ള വാശി തന്നെ ഇരിക്കുന്ന ആൾക്കാരുണ്ട്. ഇപ്പോൾ ദിലീപ് പോയിട്ട് നമ്മുടെ ഇത് ആവേശം ചെയ്യാമെന്ന് വെച്ചോ, ആവേശം സിനിമ ദിലീപ് ചെയ്താലും ഇവർ പറയും ഇപ്പം ഇതിനകത്ത് ഇപ്പം എന്നാ കഥയുള്ള ഒരു ഗുണ്ട ഇങ്ങനെ ചുമ്മാ കുറേ കോളേജ് പിള്ളേരുടെ കൂടെ കൂട്ടും കൂടി ഇങ്ങനെ നടക്കണു അങ്ങനെ പറഞ്ഞ് അതും താത്തി കെട്ടാൻ നോക്കും. പക്ഷെ സത്യം പറഞ്ഞ് ഇത് നമ്മുടെ കാഴ്ചപ്പാടിൻ്റെ കുഴപ്പമാണ്. ഇത്തരത്തിലുള്ള എല്ലാ ഈഗോയും മാറ്റി വെച്ചിട്ട് ടെൻഷൻ ഫ്രീ ആയിട്ട് തിയേറ്ററിൽ പോയിരുന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയൊരു സിനിമയാണിത്. ലോജിക്കും ഒന്നും നോക്കല്ല്, മാക്സിമം അവിടെ പോയിരിക്കുക. ഓരോ സീനും നല്ല അടിപൊളിയായിട്ട് വൃത്തിക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല രീതിയിലൊരു എൻ്റർടൈൻമെൻറ്റ് മൂവി എന്നുള്ള രീതി കാണുക. അതിനെ വലിയ ഒരു ക്രൈം ത്രില്ലർ പോലത്തെ നമ്മളിങ്ങനെ ചകഞ്ഞ് പോയി വലിയ സസ്പെൻസ് ഒക്കെ വെച്ചിട്ടുള്ള അങ്ങനെ ഒരു മൂവി ആണെന്ന് എക്സ്പെക്ട് ചെയ്ത് പോയി കാണാണ്ടിരിക്കുക. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വലിയ ഇതാന്നൊക്കെ പറഞ്ഞ് എക്സ്പെക്ട് ചെയ്തിട്ട് പോയി കാണും. പോയി കണ്ടിട്ട് നമുക്ക് ആ സാധനം കിട്ടിയില്ലെങ്കിൽ ഒരു നിരാശ വരും. അപ്പോൾ ദയവ് ഇത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒഴിവാക്കുക മാക്സിമം. ഇതിൽ പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ വിനീത് ശ്രീനിവാസൻ്റെ അഭിനയം കേട്ടോ. കാരണം പുള്ളി ബാക്കിയുള്ള സിനിമയിൽ മറ്റേ പൈങ്കിളിയായിട്ട് വന്നു പോണ പോലെ ഒന്നുമല്ല. ഇതിൽ പുള്ളി നല്ല രീതിയിൽ ആ ഒരു ദിലീപിൻ്റെ ക്യാരക്ടറിനോട് ഒപ്പം പിടിക്കുന്ന രീതിയിൽ നല്ല രീതിയിൽ പുള്ളി പണിയെടുത്തിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ പുള്ളിയും ഇതിനകത്തൊരു ഭ്രാന്തനായിട്ട് തന്നെ അഭിനയിക്കണേ. കാരണം ഈ ഒരു സിനിമയിൽ പുള്ളിയുടെ റോൾ എന്ന് പറഞ്ഞാൽ അത്രയും നല്ലൊരു അടിപൊളി റോളാണ് പുള്ളിക്ക് കൊടുത്തേക്കണേ. എനിക്ക് കണക്ട് ചെയ്തേക്കണ കുറേ കാര്യങ്ങളുണ്ട്. അതായത് ഈ കേസുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ, അതാണെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ അതിനോട് സാമ്യമുള്ള കുറച്ച് കാര്യങ്ങൾ എനിക്ക് ഇതിനകത്ത് നിന്ന് ലിങ്ക് ചെയ്യാൻ പറ്റി. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ആ ബാഗ് എടുത്ത് വെക്കുന്ന ഒരു സീൻ ഇതിനകത്ത് കാണിക്കുന്നുണ്ട് തുടക്കത്തിൽ. അപ്പോൾ ആ ബാഗ് എടുത്തിട്ട് കാറിൽ കൊണ്ട് വെക്കടാന്ന് പറഞ്ഞ സീൻ നമ്മുടെ ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ളൊരു സീനാണെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ അത് കാണുമ്പോൾ നമുക്ക് ചെറുതായിട്ടൊരു കണക്ഷൻ വരും. അതുപോലെ തന്നെ പോലീസുകാരോടും ഒരു ഭയങ്കര എന്തോ ഒരിതുള്ള രീതിയിൽ പോലീസ് ഇവനെ ഭയങ്കരമായിട്ട് ടാർഗറ്റ് ചെയ്യുന്നു ദിലീപിനെ. അപ്പോൾ അതുകൊണ്ട് പോലീസിനോടും പുള്ളിക്ക് ഭയങ്കര എന്തോ ഒരു വൈരാഗ്യമുള്ള രീതിയിലൊക്കെ അതും കാണിക്കുന്നുണ്ട്. പക്ഷേ അത് അങ്ങനെ ഉണ്ടെന്നല്ല പറയുന്നത്, ആ ഒരു രീതിയിലാണ് കണക്റ്റ് ആയിട്ടുള്ളത്. ഇതിനകത്തൊരു 30 വണ്ടിയിൽ വരുന്ന പോലീസുകാരെ മൊത്തം ഇവർ ഒരു 5-6 പേര് ചേർന്ന് അടിച്ച് തകർക്കണ ഒരു സീനുണ്ട്. അപ്പോൾ സത്യം പറഞ്ഞാൽ അതിലൊന്നും ഒരു ലോജിക്കില്ല. കാര്യം പറഞ്ഞാൽ ഇത്രയും 30 വണ്ടി വന്നെ പോലീസിനൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒരു 3-4 പേർക്കൊക്കെ അടിച്ചിടാൻ പറ്റുമോ? കാരണം അവരുടെ കയ്യിലൊക്കെ ഫുള്ള് ഗണ്ണുമായിട്ടാണ് തന്നെ. അപ്പോൾ ഇത് ഒരു സ്പോയിലറായിട്ട് പറഞ്ഞതല്ല, പക്ഷേ അത്രയും പോലീസുകാരെ ഫുൾ അടിക്കണ അടി എന്ന് പറയുമ്പോഴത്തേക്കും റിയൽ ലൈഫിൽ പുള്ളിക്ക് എന്തോ ഒരു ഭയങ്കരമായിട്ടൊരു റിവെഞ്ച് എടുക്കണം എന്നുള്ള രീതിയിലാണ് നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഈ
ദിലീപിൻ്റെ കേസ് തുടങ്ങിയ സമയം തൊട്ട് അതിൽ പുള്ളി കുറ്റക്കാരനാണോ ഇല്ലയോ എന്ന് കോടതി പറയുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ഓൺലൈൻ മീഡിയാസ് അതിന് വിധി എഴുതി. അപ്പോൾ അത്യാവശ്യം ഓൺലൈൻ മാധ്യമങ്ങൾക്കെതിരെയും ഈ പറഞ്ഞ പത്രചാനലുകൾക്കെതിരെയും എല്ലാത്തിനെതിരെയും നല്ല രീതിയിൽ ഒരു കൊട്ട് കൊടുക്കുന്നുണ്ട് ഇതിനകത്ത്. പിന്നെ ഇതിനകത്ത് എടുത്തു പറയേണ്ട ഒരു മെയിൻ സാധനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലാലേട്ടൻ്റെ ഇൻട്രോ. ആ ഇൻട്രോ വരുമ്പോൾ തന്നെ തിയേറ്റർ സത്യം പറഞ്ഞാൽ കുലുങ്ങുമെന്നല്ല, തിയേറ്റർ പൊട്ടുമെന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഇതിൽ നമ്മുടെ ലാലേട്ടൻ ക്യാമിയോയിൽ വന്നത് ഗില്ലി ബാലൻ എന്ന് പറഞ്ഞ ഒരു റോളായിട്ടാണ്. ആ ഒരു റോൾ എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ലൊരു ഡോൺ ക്യാരക്ടർ, അത്യാവശ്യം നല്ല പവർഫുൾ ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ്. അപ്പോൾ പുള്ളിക്ക് കൊടുത്തേക്കണ ആ ഒരു സ്വാഗ് ഉണ്ട്, അത് നല്ല രീതിയിൽ, അത് നമുക്ക് നല്ല രീതിയിൽ കണക്റ്റ് ആവുന്ന രീതിയിൽ പുള്ളി അത്യാവശ്യം നല്ല എക്സ്പ്രഷനും ഒടിയതിന് ശേഷം പുള്ളിക്ക് ഫേസ് എക്സ്പ്രഷൻ മഞ്ഞില്ല അതായതാന്നൊക്കെ പറഞ്ഞ് കുറേ ട്രോൾ കിട്ടിയായിരുന്നു. പക്ഷേ ഈ സിനിമയിൽ അത്യാവശ്യം പുള്ളിയുടെ എക്സ്പ്രഷൻസും കാര്യങ്ങളും നമുക്ക് ഈ പഴയ ആ ഒരു മോഹൻലാലിനെയും ദിലീപിനെയും നമുക്ക് നല്ല രീതിയിൽ അത് കാണാൻ പറ്റും. കാരണം അതുപോലെ ഇവർ മാക്സിമം ഇവരുടെ പൊട്ടൻഷ്യൽ ഇട്ട് അഭിനയിച്ച ഒരു സിനിമയാണിത്. പിന്നെ ഇതിനകത്ത് എനിക്ക് തോന്നിയ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മലയാളം ഫിലിം ഇൻഡസ്ട്രിയിൽ അത്യാവശ്യം മിക്ക നടന്മാരും ഇതിനകത്തുണ്ട്. ഇവർ അതുപോലെ ഈ ഒരു സിനിമ ദിലീപിനൊരു ട്രിബ്യൂട്ട് കൊടുത്തേക്കണ പോലെ എനിക്ക് തോന്നി. കാരണം പുള്ളീനെ എങ്ങനെയെങ്കിലും കയറ്റിക്കൊണ്ട് വരണം. കാരണം ഈ കേസിൻ്റെ വിധിയും ഇതും കഴിഞ്ഞ് 8.25 വർഷം പുള്ളി കിടന്ന് നല്ല രീതിയിൽ അനുഭവിച്ചു, കഷ്ടപ്പെട്ടു. അപ്പോൾ ഇനി തെളിവുകളും കാര്യങ്ങളും ഇല്ല, അങ്ങനെ അത് കേസിലേക്ക് പോകണേ വേറെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇത് ഇത്രയും കഴിഞ്ഞ് വന്നിട്ട് പുള്ളിയുടെ നല്ലൊരു കരിയർ പോയി. അപ്പോൾ പുള്ളീനെ കുറ്റക്കാരനല്ല എന്നിപ്പോൾ കോടതി വിധി വന്നതിന് ശേഷം പുള്ളീനെ കയറ്റിക്കൊണ്ട് വന്നെ, അതായത് പുള്ളി എവിടെ നിന്നാണോ പുള്ളി എല്ലാം നഷ്ടപ്പെട്ടത് ആ ഒരു പൊസിഷനിലേക്ക് പുള്ളീനെ ഉയർത്തിക്കൊണ്ട് വന്നെന്ന് എല്ലാവർക്കും ഒരു മനസ്സിൻ്റെ ഉള്ളിൽ നിന്നൊരു ആഗ്രഹമുള്ള പോലെയാണ് എല്ലാവരും വർക്ക് ചെയ്ത പോലെയാണ് എനിക്ക് തോന്നിയത്. പിന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒറ്റ കാര്യമുള്ളൂ, ദൈവത്തെ ഓർത്ത് ഈ സിനിമ കാണുന്നതിന് മുമ്പ് ഈ ഇൻസ്റ്റഗ്രാമും ഫേസ്ബുക്കും എടുത്ത് അതിനകത്ത് വരുന്ന ഓരോ റിവ്യൂകളും വല്ലവരും കണ്ടിട്ട് അവരെ അഭിപ്രായം പറയുന്നതും വെച്ച് വിലയിരുത്തി സിനിമ കണ്ടിട്ട് വന്നിട്ട് അതും ഇതും വിളിച്ച് പറയല്ലേ. കാരണം ഇതൊക്കെ കാണാണ്ട് നമ്മൾ സ്വയം പോയി കണ്ടിട്ട് നമുക്കിതിനകത്ത് എന്നാ മനസ്സിലായത്, നമുക്കിത് കണക്റ്റ് ആയോ, അങ്ങനെ സ്വന്തം അഭിപ്രായം വെച്ചിട്ട് വേണം നമ്മൾ സംസാരിക്കാൻ. അല്ലാണ്ട് വല്ലവരും വന്ന്, കാരണം ഇപ്പോൾ ഈ നമുക്കറിയാം ഏത് സിനിമ ഇറങ്ങിയാൽ പോലും ആദ്യത്തെ ഒരു 2-3 ദിവസവും അല്ലെങ്കിൽ ഒരാഴ്ചയൊക്കെ നല്ല കട്ട ഡീഗ്രേഡിങ് നടക്കുന്നുണ്ട്. ദിലീപിൻ്റെ സിനിമയായിട്ട് ഇപ്പോൾ പറയേ വേണ്ട, നല്ല ഡീഗ്രേഡിങ് നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ പോയി കണ്ട് വല്ലവരും പറഞ്ഞ് കേട്ടിട്ട് ഇപ്പം ഞാൻ ഒരു സിനിമ കാണാൻ പോവാം, ആ സിനിമ കാണാൻ പോകുന്നതിന് മുമ്പ് ഞാൻ ഓൾറെഡി ഇത് കണ്ട് വേറൊരാളുടെ അഭിപ്രായം കണ്ടിട്ട് പോവുക. അപ്പോൾ അതിനകത്ത് നെഗറ്റീവ് ആയിരിക്കും പറയണേ. എനിക്ക് ഈ സിനിമയെക്കുറിച്ച് ഒന്നും അറിയത്തില്ല, എനിക്കൊരു പ്രതീക്ഷയുണ്ട്. പക്ഷേ ഈ നെഗറ്റീവായിട്ടുള്ള റിവ്യൂ കണ്ടിട്ട് ഞാൻ പോയി കാണുമ്പോഴത്തേക്കും എനിക്ക് അതിനകത്ത് ഓരോ സീനും ഒരു നെഗറ്റീവായിട്ട് തോന്നും. അല്ലെങ്കിൽ അതിലിപ്പോൾ എന്തൊക്കെ ഉണ്ടെങ്കിലും എനിക്ക് അതിലൊക്കെ ഒരു ക്രിഞ്ച് എനിക്ക് എവിടെയെങ്കിലുമൊക്കെ ഫീൽ ചെയ്യും. കാരണം എൻ്റെ മനസ്സിൽ ഓൾറെഡി ഈ സാധനം കിടപ്പുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് പോയി കാണുമ്പോഴത്തേക്കും അത് അഫക്റ്റ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇതൊക്കെ കാണാണ്ട് മാക്സിമം സിനിമ ഡയറക്റ്റ് പോയി കണ്ട് സ്വന്തം അഭിപ്രായം മാത്രം പറയുക. പിന്നെ ഇതിൽ നമ്മുടെ CID മൂസയിലെ കാറ്, ഗില്ലിയിലെ മറ്റേ ജിപ്സി, ഇതൊക്കെ കൊണ്ടുവരുന്ന സീനുണ്ട്. അപ്പോൾ ആ ഒരു സീനിലൊക്കെ എന്ന് പറഞ്ഞാൽ തിയേറ്റർ അങ്ങ് ചുമ്മാ പൊട്ടുക. കാരണം ഈ സാധനം നല്ല രീതിയിൽ ഓഡിയൻസ് കണക്റ്റ് ആവുന്നുണ്ട്. കാരണം ആ ഒരു BGM പ്ലേസ് ചെയ്തേക്കുന്ന ഏരിയ ആണെങ്കിലും ആ ഒരു സീൻ എടുത്തു വെച്ചേക്കുന്ന രീതിയാണെങ്കിലും എല്ലാം നല്ല രീതിയിൽ പ്രേക്ഷകരെ പിടിച്ചിരുത്തുന്ന ഒരു സീനാണ് അതൊക്കെ. പിന്നെ വേറൊരു കാര്യം എടുത്തു പറയുകയാണെങ്കിൽ നമ്മുടെ അഴിഞ്ഞാട്ടം എന്ന് പറഞ്ഞ സോങ് ഉണ്ട്. അപ്പോൾ നമ്മളത് ഇറങ്ങിയപ്പോൾ ആ സോങ്ങിൻ്റെ ലിറിക്കൽ വീഡിയോ കണ്ടപ്പോൾ നമുക്ക് കുറേ പേർക്കൊക്കെ തുടക്കത്തിൽ കുറച്ച് ക്രിഞ്ചൊക്കെ ആയിട്ട് തോന്നി. പക്ഷേ ആ ഒരു സോങ്, ആ ഒരു വീഡിയോ സോങ്ങിന് തിയേറ്ററിൽ കിട്ടുന്ന ഒരു വൈബുണ്ട്. അതായത് നമ്മൾ ലിയോയ്ക്കകത്ത് മറ്റേ പാട്ട് വരില്ലേ, ആ ഒരു വൈബിൽ നമുക്ക് ഈ ഒരു പാട്ട് തിയേറ്ററിൽ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. കാരണം ഫുൾ അത്രയും കംപ്ലീറ്റ് അടിച്ച് പൊളിച്ച് എൻ്റർടൈൻമെൻ്റ് ആയിട്ടുള്ള ഒരു സോങ്ങാണത്. അത് എടുത്തു വെച്ചിരിക്കുന്ന രീതി അതുപോലെയാണ് ഇവർ രണ്ടുപേരുടെയും ആ ഒരു ഡാൻസ് പെർഫോമൻസും കാര്യങ്ങളൊക്കെ. ഇതെല്ലാം കഴിഞ്ഞ് സിനിമയുടെ ലാസ്റ്റ് ആകുമ്പോൾ ക്ലൈമാക്സിൽ ഒരു പുള്ളി ക്യാമിയോ റോളിൽ വരുന്നുണ്ട്. ഇതിൽ കുറേ ക്യാമിയോ റോളും കാര്യങ്ങളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. അപ്പോൾ മെയിൻ ഒരാൾ ലാസ്റ്റ് ക്ലൈമാക്സിൽ ക്യാമിയോ റോളിൽ വരുന്നുണ്ട്. അത് ആരാന്ന് ഞാൻ പറയണില്ല, അപ്പോൾ സ്പോയിലറൊന്നും അടിക്കണില്ല. നിങ്ങൾ ഡയറക്റ്റ് പോയി കണ്ട് അത് മനസ്സിലാക്കിക്കോ, അതായിരിക്കും നല്ലത്. അപ്പോൾ എന്തായാലും ഞാൻ ഒത്തിരി വലിച്ചു വാരി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞ് ഞാൻ സ്പോയിലർ അടിപ്പിക്കണില്ല. നിങ്ങൾ കണ്ടിട്ടുള്ള ആൾക്കാരാണെങ്കിൽ എങ്ങനെയാണ് നിങ്ങൾക്ക് ഫീൽ ചെയ്തത്, പടം കണക്റ്റ് ആയോ, നിങ്ങൾക്ക് എന്തെങ്കിലും നെഗറ്റിവിറ്റി ഫീൽ ചെയ്തോ, എങ്ങനെയാണെന്ന് നിങ്ങൾ ഇതിൻ്റെ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ കാണാത്ത ആൾക്കാരുണ്ടെങ്കിൽ പോയി കണ്ട് നിങ്ങളും ഇതിൻ്റെ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇങ്ങനത്തെ കൂടുതൽ കാര്യങ്ങൾ അറിയാനായിട്ട് ഇപ്പം തന്നെ ഈ ചാനൽ ലൈക്ക് ചെയ്തിട്ട് താഴെ കാണുന്ന ബെൽ ബട്ടൺ അങ്ങ് അടിച്ചങ്ങ് പൊട്ടിച്ചേനെ. വീണ്ടും സന്ധിക്കവരേക്കും വണക്കം.